രണ്ട് വ്യക്തികൾ വിവാഹിതരായി. വിവാഹത്തിൽ അവർക്കിടയിലെ സംഘർഷങ്ങൾ പെരുകിയപ്പോൾ അവർ രണ്ടുപേരും മാന്യമായി പിരിഞ്ഞു. അതിനുശേഷം ഭർത്താവ് കുറച്ചുകൂടി ദീനിയായി ചിന്തിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഭർത്താവ് താൻ ഡിവോഴ്സ് ചെയ്ത സ്ത്രീക്ക് ഒരു മെസ്സേജ് അയച്ചു. മെസ്സേജിലുണ്ടായിരുന്നത് ഇതാണ്: ഞാനും നീയും ഒന്നിച്ച് ജീവിക്കണമെന്നും നമ്മൾ അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കണമെന്നും നീ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ പിടിവാശികൾ കൊണ്ട് അത് നടക്കാതെ പോയി. ഒരിക്കലും പിരിയാത്തൊരു കൂട്ടുകാരനെ നിനക്ക് ഞാൻ നിർദ്ദേശിക്കുകയാണ്. അത് പീസ് റേഡിയോ ആണ്. നിനക്ക് വഴി കാണിക്കും, വെളിച്ചം കാണിക്കും. കഴിഞ്ഞ ദിവസം പീസ് റേഡിയോ അതിൻ്റെ ശ്രോതാക്കളുമായുള്ള ഒരു കോൾ ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്കുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഫീഡ്ബാക്ക് കോളിങ്ങിന് വേണ്ടി ഒരു വനിതാ വളണ്ടിയർ വിളിച്ചപ്പോൾ അവരോട് ഒരു സഹോദരി പറഞ്ഞ മറുപടി ആയിരുന്നു ഇത്. അഥവാ ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നിടത്ത് പീസ് റേഡിയോ നടത്തുന്ന ദൗത്യ നിർവഹണം വളരെ മഹത്തരമാണ്. എൻ്റെ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇരുട്ടുള്ള ചില ഇടങ്ങളുണ്ടാകും. നമ്മുടെ സ്വകാര്യതയിൽ, പെരുമാറ്റത്തിൽ, സംസ്കാരത്തിൽ, സമ്പാദനത്തിൽ, അങ്ങനെ പലയിടങ്ങളിലും. അവിടേക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം, ഖുർആനിൻ്റെ തെളിച്ചം, ദീനിൻ്റെ വഴി എത്തുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യരായി മാറുകയാണ്. അതിന് തുടർച്ചയായി കേൾവി വേണം. ഇന്നമ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, അറിവുള്ളവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ആ അറിവുള്ളവരാകാനുള്ള വഴി പീസ് റേഡിയോ, ജമീൽ പോലെയുള്ള സംരംഭങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നൊരു നിശ്ചിത സമയം നമുക്കുണ്ടാകണം. നമ്മുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക് എല്ലാവർക്കും ഉള്ള പരിപാടികളുണ്ട്. അതിനൊരു സ്ലോട്ട് വെക്കണം, ഓർമ്മിപ്പിക്കണം, ഒരു ചാർട്ടൊക്കെ വെച്ച് അതിങ്ങനെ ടിക്ക് ചെയ്യണം. മക്കളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ കേൾവിക്ക് ഈ മദ്രസയുണ്ട്, അതൊക്കെ ഫോളോ ചെയ്ത് പോയി അവസാനം അവർക്കൊരു സമ്മാനമൊക്കെ കൊടുത്ത്. പുതിയ കാലത്തെ പാരൻറ്റിങ്ങിന് അങ്ങനത്തെ ചില രീതികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വഴികൾ നമുക്കുണ്ട്. കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംരംഭങ്ങൾ പീസ് റേഡിയോയിലുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്ത പ്രൊജക്റ്റുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിനൊക്കെ നമുക്ക് പണം വേണം. നിങ്ങളുടെ ഒരു ഓഹരി പീസ് റേഡിയോക്ക് കൊടുക്കണം, ജമീലിന് വേണം, മീഡിയ സ്കൂളിന് വേണം. കൊടുക്കുമ്പോൾ എല്ലാതും നിങ്ങൾ നിയത്താക്കുക. ആളുകൾ കേൾക്കുന്ന ഓരോ കേൾവിക്കും നമുക്ക് പുണ്യമുണ്ട്. ആ പുണ്യം മനസ്സിൽ വിചാരിച്ച് ചെയ്യുക. പീസ് റേഡിയോയുടെ ആപ്പ് തുറന്നാൽ ആ വിൻഡോയിൽ ഡൊണേറ്റ് ബട്ടൺ ഉണ്ട്, അതുവഴി കൊടുക്കാം. അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലുണ്ട്, അതിൽ നിന്ന് എടുക്കാം. ഒരു ലിങ്ക് ഇതിൻ്റെ ബയോയിൽ ചേർത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾ നൽകുക എന്നതോടൊപ്പം നിങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കാവുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ പുണ്യദിനങ്ങളിൽ പൂർണ്ണ നിയ്യത്തോടു കൂടെ ഈ വിഷയത്തോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.